ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണ്. ചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ ആയാൽ അതിന്റെ നീളം എത്ര എന്നുള്ളതാണ് ചോദ്യം. സോ ചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത് അല്ലെ? അപ്പൊ അഭാജ്യ സംഖ്യ എന്താണെന്ന് ആദ്യം അറിയണം. എന്താണ് അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജു ഒരു ജോലി 30 ദിവസം കൊണ്ടും ഗോപി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. അങ്ങനെയാണെങ്കിൽ അതേ ജോലി രാജുവും ഗോപിയും ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് ചോദ്യം. സോ ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇപ്പോൾ കേട്ടറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കേട്ടറ്റ് എന്ന് പറയുന്ന കടമ്പ കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ LPUP നോട്ടിഫിക്കേഷനൊക്കെ വന്നു എന്ന് വിചാരിച്ച് എല്ലാവരും ഡള്ളാവണ്ട. നിങ്ങൾ എന്താണ് അതിൻ്റെ എക്സാം ഡേറ്റ് ഒക്കെ വന്നോല്ലേ, എന്നാലും ഇനി NCA നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടറ്റ് ഇപ്പോൾ നേടിയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. സോ അതുകൊണ്ട് എല്ലാവരും ഇത്തവണ തന്നെ നേടിയെടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത് കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട മാത്സ് പോർഷനിലെ പ്രധാനപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിരന്തരമായിട്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് PYQs ആണ് കേട്ടോ. ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം റീസെൻ്റ് ആയിട്ടുള്ള പരീക്ഷയിൽ ചോദിച്ച PYQs ആണ്. സോ അതുകൊണ്ട് അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. സോ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ ആദ്യ ചോദ്യം എന്ന് പറയുന്നത് ദശാംശ സംഖ്യ പ്ലസ് ഭിന്നസംഖ്യ രണ്ടും കണക്ട് ചെയ്തൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത്, ഈ പറയുന്ന ഇവിടെയുള്ള നമ്പർ അവിടുത്തെ പോയിന്റും സീറോസ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഡയറക്റ്റ് എടുത്ത് എഴുതുകയാണ്. പോയിന്റും സീറോസ് എല്ലാം കളഞ്ഞിട്ട് ഡയറക്റ്റ് എടുത്ത് ഞാൻ എഴുതുകയാണ്. എന്നിട്ട് ഈ മുകളിൽ പോയിന് ശേഷം 3 സ്ഥാനമുണ്ട്, താഴത്ത് പോയിന് ശേഷം 5 സ്ഥാനമുണ്ട്. സോ എവിടെയാണ് പോയിന്റിന് ശേഷമുള്ള സ്ഥാനങ്ങളുടെ എണ്ണം കുറവ്? എവിടെയാണോ കുറവ്? ഇവിടെയാണ്, മുകളിലാണ് അല്ലേ? അതായത് അംശത്തിലാണ് കുറവ്. എവിടെയാണോ കുറവ് അവിടെ ഒരു സ്ഥാനം കുറവാണെങ്കിൽ ആ സ്ഥലത്ത് എന്തിട്ട് കൊടുക്കുക? *10 ചെയ്യുക. 2 സ്ഥാനം കുറവാണെങ്കിൽ *100 ചെയ്യുക. 3 സ്ഥാനം കുറവാണെങ്കിൽ *1000 ചെയ്യുക. അപ്പൊ ഇവിടെ എത്രയാണ്? 2 സ്ഥാനം കുറവുള്ളത് കൊണ്ട് ഞാൻ ആ സ്ഥലത്ത് *100 ചെയ്തു അല്ലേ? നമുക്കറിയാം അല്ലെ, സെയിം നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് ആൻസർ കിട്ടുക. സോ എന്ത് വരും? 1 × 100 എന്ന് നമ്മുടെ ഇക്വേഷൻ വരും. ഈക്വൽ ടു എന്താണ്? 100 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? സോ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്കിത് കാണുമ്പോൾ തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം പോലെ തോന്നും. പക്ഷേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ എന്താ ചെയ്ത, ആദ്യം ഞാൻ പോയിന്റ്സ് എല്ലാം കളഞ്ഞിട്ട് ആ നമ്പർ കൃത്യമായിട്ട് എഴുതി കൊടുത്തു. അതിനുശേഷം ആ ഒരു സ്ഥാനങ്ങളുടെ എണ്ണം നോക്കിയിട്ട് താഴത്തെ 5 സ്ഥാനം, മുകളിൽ പോയിന് ശേഷം 3 സ്ഥാനം. അപ്പോൾ എവിടെയാണോ സ്ഥാനങ്ങളുടെ എണ്ണം കുറവ് അവിടെ എന്ത് ചെയ്യുക? ഒരു സ്ഥാനം കുറവാണെങ്കിൽ *10, 2 ആണെങ്കിൽ 100, 3 ആണെങ്കിൽ 1000. അപ്പോൾ *100 ചെയ്തു. ഇവിടെ 2 സ്ഥാനമാണ് കുറവ്. അപ്പോൾ സെയിം നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് നമ്പർ കിട്ടുക അല്ലേ? 1 ആണ് ആൻസർ കിട്ടുക. സോ 1 × 100 100 എന്നാണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ്, ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണ്. ചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ ആയാൽ അതിന്റെ നീളം എത്ര എന്നുള്ളതാണ് ചോദ്യം. സോ ചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? ചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × L+B എന്നാണ് അല്ലേ? 2 × L+B. അപ്പോൾ നമുക്ക് എല്ലും അറിയത്തില്ല, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് അറിയത്തില്ല, വീതി എന്താ രണ്ടും അറിയത്തില്ല. പക്ഷെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്, വീതിയേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണ് നീളം തന്നിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ വീതി എക്സും വീതി ബി ഈക്വൽ ടു, അതായത് വീതി എക്സും ലെങ്ത് x+4 കൊടുക്കുകയാണ്. സോ എങ്ങനെ വരും? 2 × x+4 പ്ലസ് എക്സ് എന്ന് വരും അല്ലേ? ലെങ്ത്തിന് പകരം x+4 എന്നിട്ട് കൊടുക്കുക, പ്ലസ് ബ്രെഡ്ത്ത് അഥവാ വീതിക്ക് പകരം എക്സ് എന്നിട്ട് കൊടുക്കുക. സോ എന്ത് വരും ഇക്വേഷൻ? അടുത്ത സ്റ്റെപ്പിൽ 2
2x + 4 എന്ന് വരും അല്ലേ? ക്ലിയർ ആണല്ലോ? ഇത് എത്ര ചുറ്റളവ് എത്രയെന്നാണ് പറയുന്നത്? 40 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഈക്വൽ ടു 40 എന്ന് എഴുതുകയാണ്. ഈക്വൽ ടു 40 അല്ലേ? സോ അടുത്ത സ്റ്റെപ്പിൽ ഈ 2നെ ഉള്ളിലേക്ക് ഗുണിക്കുമ്പോൾ എന്ത് വരും? ഞാൻ ഇവിടേക്ക് എഴുതുകയാണ്. 4x + 8 = 40 എന്ന് വരും. ദെൻ 8നെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 4x = 40 - 8 വരും അല്ലേ? സോ 32. x = 32/4 എന്ത് വരും? 8 എന്ന് ആൻസർ വരും. സോ എക്സ് ആയിട്ട് നമ്മൾ എടുത്തത് എന്താണ്? വീതിയാണ്. ലെങ്ത് ആയിട്ട് നമ്മൾ എടുത്തത് എന്താണ്? x + 4 ആണ്. സോ x = 8 ആണെങ്കിൽ ലെങ്ത് എന്ത് വരും? 8 + 4 = എന്ത് വരും? 12 എന്ന് വരും. സോ നമുക്ക് ബ്രെഡ്ത്ത് എന്താണ്? ബ്രെഡ്ത്ത് അഥവാ വീതി 8 എന്നും കിട്ടി, ലെങ്ത് എത്രയാണ്? 12 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നോക്കി നോക്കാം നമുക്ക്. 2 × L + P എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കി നോക്കാം. 2 × 12 + 8. 2 × 12 + 8 എത്രയാണ്? 20 ആണ്. = 40 അല്ലേ? ചുറ്റുള്ളത് 40 എന്ന് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ എക്സ് വെച്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഒന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓപ്ഷന് പോയാലും മതി അല്ലേ? ഓപ്ഷൻ 12 ആണെങ്കിൽ 12 - 4 അതായിരിക്കും എന്ത്? വീതി. അപ്പം അങ്ങനെ നോക്കിയിട്ടും വേണമെങ്കിൽ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എക്സ് വെച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സോ ആൻസർ എന്താണ്? ഇവിടെ നീളം 12ഉം വീതി 8ഉം ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത് അല്ലേ? അപ്പൊ അഭാജ്യ സംഖ്യ എന്താണെന്ന് ആദ്യം അറിയണം. എന്താണ് അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അഭാജ്യ സംഖ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പറിന് 1ഉം പിന്നെ ആ നമ്പർ മാത്രമേ ഘടകമായിട്ടുണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ 2 എടുക്കുകയാണെങ്കിൽ 2ന് ഘടകമായിട്ട് ആരൊക്കെയുണ്ട്? 2 ഉണ്ട്, 1 ഉണ്ട് അല്ലേ? ആ നമ്പറിനെ 2 കൊണ്ടും 1 കൊണ്ടും ഘടകമല്ല, ആ നമ്പറിനെ 2 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ 3 ആണെങ്കിൽ 3ന് ഏതൊക്കെയാണ്? 1 കൊണ്ടും 3 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. സോ 2, 3 ഒക്കെ എന്താണ്? അഭാജ്യ സംഖ്യയാണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് ചോദിച്ചാൽ 1 അല്ല, അത് 2 ആണ്. അതുകൂടി അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. മറ്റൊരു അഭാജ്യ സംഖ്യയാണ് 5. ഓക്കെ, സോ ഇവിടെ എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏതാണ്? 83, 67, 43, 77. 83 എന്ന് പറയുന്ന സമയത്ത് അത് അഭാജ്യ സംഖ്യയാണോ? ഒന്ന് നോക്കിക്കേ. 83 അഭാജ്യ സംഖ്യയാണോ? അല്ലാത്തത് ഏതെന്നാണ് അല്ലേ? അപ്പോൾ 83 അല്ലാത്തത് ഏതെന്നാ ചോദ്യം. അഭാജ്യ സംഖ്യ ഏതെന്നല്ല, അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. സോ 83 ഒരു അഭാജ്യ സംഖ്യയാണ്. 83 നമുക്ക് വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 67 മറ്റൊരു അഭാജ്യ സംഖ്യയാണ്. 43 മറ്റൊരു അഭാജ്യ സംഖ്യയാണ്. 77 അഭാജ്യ സംഖ്യയാണോ? അല്ല. 77 നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 11 കൊണ്ട് പറ്റും, 7 കൊണ്ടും. 77ന് പുറമെ 11 കൊണ്ടും പറ്റും, 7 കൊണ്ടും ഹരിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ ആദ്യത്തെ 3 നമ്പേഴ്സും എന്താണ്? അഭാജ്യ സംഖ്യയാണ്. ഓപ്ഷൻ ഡി മാത്രം എന്തല്ല? അഭാജ്യ സംഖ്യയല്ല. സോ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 77 ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ മധ്യത്തിൽ വരുന്നത് ഏതാണ്? സോ ആരോഹണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. സോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി കഴിഞ്ഞാൽ മധ്യത്തിൽ, അഥവാ ഇവിടെ എത്ര സംഖ്യകളുണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ മധ്യം എന്ന് പറയുമ്പോൾ മൂന്നാമതായിട്ട് വരുന്ന നമ്പേഴ്സ്. നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂസ് ജസ്റ്റ് ഒന്ന് പറയാം. 1/2 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 0.5 ആണ്. 3/4 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എത്രയാണ്? 0.75 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.25 ആണ്. ദെൻ 1/3 എന്ന് പറഞ്ഞാലോ അത് 0.333 ആണ്. 2/5 എന്ന് പറഞ്ഞാൽ 0.40 ആണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? മധ്യത്തിൽ വരുന്നത്, അത് മൂന്നാമതായിട്ട് വരുന്നത് അല്ലേ? സോ ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ എത്രയാണ്? 0.25 ആണ്. സെക്കൻഡോ 0.333 ആണ്. തേർഡോ 0.4 ആണ്. നാലാമത്തെ വലിയ സംഖ്യ 0.5 ആണ്. ഫിഫ്ത്ത് ഏതാണ്? 0.75 ആണ്. സോ ഇവിടെ മൂന്നാമത് വരുന്ന മധ്യത്തിൽ അഥവാ
ആരോഹണക്രമം, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയാൽ മധ്യത്തിൽ വരുന്ന നമ്പർ ഏതാണ്? 0.40 അഥവാ 2/5 ആണ്. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ അടുത്ത ചോദ്യം ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് 1/64. സോ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഛേദങ്ങളുടെ LCM കണ്ടുപിടിക്കുക. ഛേദങ്ങളുടെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ആണ്. സോ എല്ലാ ഛേദങ്ങളെയും 64 ആക്കാൻ ശ്രമിക്കുക. സോ 2നെ 32 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 64 ആവും. എല്ലാ ഛേദങ്ങളെയും 64 ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണക്ക് ചെയ്യാൻ പറ്റും. 4നെ 16 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 64 ആവും. 8നെ 8 കൊണ്ട്, 16നെ 4 കൊണ്ട്, 32നെ 2 കൊണ്ട്, 64നെ 1 കൊണ്ട്. സോ എന്ത് വരും? നിങ്ങൾ മനസ്സിലാക്കുക, ഈ താഴത്തെ ഏത് നമ്പർ കൊണ്ടാണോ ഗുണിച്ചത് 64 ആക്കാൻ വേണ്ടിയിട്ട് താഴത്തെ ഏത് നമ്പർ കൊണ്ടാണോ ഗുണിച്ചത് അതേ നമ്പർ കൊണ്ട് തന്നെ അംശത്തിനെയും അഥവാ 1നെയും ഗുണിക്കണം. സോ എന്ത് വരും നമ്മുടെ ഇക്വേഷൻ? 32/64 പ്ലസ് 16/64 പ്ലസ് 8/64 പ്ലസ് 4/64 പ്ലസ് 2/64 പ്ലസ് 1/64. സോ എന്ത് വരും? 48. ഛേദമെല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസറിലും ഛേദം സെയിം ആയിരിക്കും. പിന്നെ 32, 16, 48, 56, 60, 62, 63 വരും. സോ നമ്മുടെ ആൻസർ എന്താണ്? 63/64 ആണ് നമ്മുടെ ആൻസർ. സോ നമ്മളിത് കിട്ടാൻ എന്താ ചെയ്തത്? നമുക്ക് ഛേദം സെയിം ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ LCM എടുത്തു. ഓക്കെ, ഈ എല്ലാ നമ്പറിൻ്റെയും LCM എത്രയാണ്? ഈ ഛേദത്തിലുള്ള നമ്പേഴ്സിൻ്റെ LCM എത്രയാണ്? 64 ആണ്. സോ എല്ലാ നമ്പേഴ്സും സെയിം ആക്കാൻ വേണ്ടിയിട്ട്, എല്ലാ ഛേദവും സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ LCM എടുത്തു. എന്നിട്ട് ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണോ നമുക്ക് 64 എന്ന് പറയുന്ന ആ ഒരു LCM കിട്ടുന്നത്, അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോ ഛേദത്തെയും 32 കൊണ്ട് ഗുണിച്ചു. ക്ലിയർ ആണല്ലോ? 32 അല്ല, കറസ്പോണ്ടിങ് ആയുള്ള ആ ഒരു 64 കിട്ടുന്ന ഏത് നമ്പർ ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് ഗുണിച്ചു. എന്നിട്ട് ഛേദമെല്ലാം സെയിം ആക്കി അംശത്തെ എന്ത് ചെയ്തു? നമ്മൾ പ്ലസ് ചെയ്തു. അംശത്തെ നമ്മൾ പ്ലസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംശത്തെ നമ്മൾ താഴത്തെ ഛേദത്തെ ഏത് നമ്പർ കൊണ്ടാണോ ഗുണിച്ചത് ആ നമ്പർ കൊണ്ട് തന്നെ അംശവും ഗുണിച്ചു. എന്നിട്ട് അംശമെല്ലാം കൂടി കൂട്ടിയപ്പോൾ 63/64 കിട്ടി. സോ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. സോ നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്ന രീതിയിലൊക്കെ ചോദ്യം വരാറുണ്ട്. ഇങ്ങനെ എക്സ് ഈക്വൽ ടു എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട്. സോ കൃത്യമായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ ആണല്ലോ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജു ഒരു ജോലി 30 ദിവസം കൊണ്ടും ഗോപി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. അങ്ങനെയാണെങ്കിൽ അതേ ജോലി രാജുവും ഗോപിയും ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് ചോദ്യം. സോ രാജു ഒരു ജോലി 30 ദിവസം കൊണ്ടാണ് ചെയ്യുക. ഗോപി അതേ ജോലി 20 ദിവസം കൊണ്ടാണ് ചെയ്യുക, അല്ലേ? ഗോപിക്ക് ഒന്നുകൂടി എഫേർട്ട് കൂടുതലാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ളതാണ് ചോദ്യം. സോ ഞാൻ രാജുവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി 6 എന്നും ഗോപിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ G എന്നും കൊടുത്തു. രാജു 30 ദിവസം കൊണ്ട്, ഗോപി 20 ദിവസം കൊണ്ട്. സോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അവിടെ എത്ര വർക്ക് ഉണ്ടെന്നാണ്. അവിടെ എത്ര വർക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇത് രണ്ടിൻ്റെയും LCM കാണുക. 30ൻ്റെയും 20ൻ്റെയും LCM എത്രയാണ്? 60 എന്ന് കിട്ടും. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പറിൻ്റെയും ഗുണിതമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് LCM. സോ 60 എന്ന് വരും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ടോട്ടൽ എത്ര വർക്ക് ഉണ്ട്? 60 വർക്ക് ഉണ്ട്. ഒരു 60 മരം മുറിക്കാനുണ്ടെന്ന് വിചാരിക്കാം. ഈ 60 മരം നമ്മുടെ രാജു 30 ദിവസം കൊണ്ട് തീർക്കും, ഗോപി 20 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ രാജുവിൻ്റെ കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര മരം മുറിക്കണം? 60/30. 2 മരം മുറിച്ചാൽ ഒരു ദിവസം 2 മരം മുറിച്ചാലാണ് 30 ദിവസം കൊണ്ട് 60 മരം മുറിക്കാൻ പറ്റുക. അപ്പോൾ രാജുവിൻ്റെ എഫിഷ്യൻസി കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഗോപി ആണെങ്കിലോ 60/20 3 കിട്ടും, അല്ലേ?
അപ്പോൾ ഗോപിയുടെ എഫിഷ്യൻസി 3 ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എഫിഷ്യൻസി എത്രയായിട്ട് മാറും? 2 + 3 5 അല്ലേ? ഇവർ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ രാജു 2 മരം മുറിക്കും, ഗോപി 3 മരം മുറിക്കും. ടോട്ടൽ 5 മരം മുറിച്ചിട്ടുണ്ടാവും അല്ലേ? സോ 5 എന്ന് വരും. അപ്പൊ എത്ര മരം മുറിക്കാനുണ്ട്? 60 മരം മുറിക്കാനുണ്ട് അല്ലേ? ഇവർ ഒരു ദിവസം 5 മരം മുറിക്കും അല്ലേ? അപ്പോൾ 60/5 എത്ര വരും? 12 ഡേയ്സ് എന്നതാണ് നമ്മുടെ ആൻസർ. 12 ഡേയ്സ്. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 60 മരം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവർ ഒരു ദിവസം 5 മരം മുറിക്കും. സോ 60/5 12 ഡേയ്സ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഇതിന്റെ പല ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ കേട്ടറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. നമ്മുടെ കേട്ടറ്റ് 1, കേട്ടറ്റ് 2, കേട്ടറ്റ് 3 ഉള്ള അതുപോലെ കേട്ടറ്റ് 4 വിവിധ സബ്ജക്റ്റുകൾക്ക് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മാത്സ് റിലേറ്റഡ് ആയുള്ള പല ക്വസ്റ്റ്യൻസും ഇപ്പോൾ നമ്മൾ PYQs ആയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ പല ടൈപ്പ് പല രീതിയിൽ പല ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സോ നിങ്ങൾ നമ്മുടെ ഇത്തരം മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്സ് നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കാറ്ററ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ 8589083568 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ HSI നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ടല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക, നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ തന്നെ ആ ഒരു കേട്ടറ്റ് ആ ഒരു ക്വാളിഫയിങ് എക്സാം ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം സാധിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കത് സാധിക്കാൻ ബുദ്ധിമുട്ട് ഏറും. അതുകൊണ്ട് തന്നെ ആരും ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ആ ഒരു കേട്ടറ്റ് എന്ന് പറയുന്ന കടക്കാൻ ശ്രമിക്കുക. അതിനായിട്ട് CC നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റു പ്രധാനപ്പെട്ട PYQ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.